തൃശൂരിലെ ATM കവർച്ച കേസ് നമ്മളെല്ലാവരും വലിയ രീതിയിൽ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിലെ പ്രതികൾ കൂടുതൽ ഇടങ്ങളിൽ മോഷണത്തിന് പദ്ധതിയിട്ടുവെന്ന കണ്ടെത്തൽ. കവർച്ച നടത്തിയ ATMകൾക്ക് പുറമെ ചേർപ്പിലുള്ള SBI ATMും ഹരിയാന സ്വദേശികളായ പ്രതികൾ കൊള്ളയടിക്കാൻ ശ്രമം നടത്തിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. MS ലിഷോയ് ഉണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, കൃത്യമായ ആസൂത്രണം, ഗൂഢാലോചനയൊക്കെ ഇതിന് പിന്നിലുണ്ട്. എന്തുകൊണ്ട് SBI ATMകൾ മാത്രം, എന്തുകൊണ്ട് സെക്യൂരിറ്റി എല്ലാം പ്രവർത്തിച്ചില്ല? അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. ഈ ആദ്യത്തെ തെളിവെടുപ്പിൽ എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചു പോലീസിന്? ആര്യ, തെളിവെടുപ്പിന് മുൻപായി കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുകയാണ്. നിലവിൽ നാളെ രാവിലെയാണ് തെളിവെടുപ്പിന് കൊണ്ടുപോവുക എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് പോലീസ്. ഈ പ്രതികൾ SBI ബാങ്കിൻ്റെ ATM എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുത്തു എന്നുള്ളതിന് ഒരു ഉത്തരമാണ് പോലീസ് നൽകുന്നത്. അതായത് ഏറ്റവും അധികം പണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് SBI ATMകളിലാണ് എന്നുള്ളതാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ SBI ATMകൾ തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പണം നിറച്ച ATMകളിലാണ് ഇവർ കവർച്ചയും നടത്തിയിരിക്കുന്നത്. കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മണ്ണുത്തിയിലെത്തിയ ശേഷമാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ കണ്ടെയ്നർ ലോറിയിൽ അകത്തേക്ക് കയറ്റിയതെന്നും ദേശീയപാതയിൽ വെച്ചാണ് ഇത് കയറ്റിയതെന്ന കാര്യത്തിലും സ്ഥിരീകരണമായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ലഭിക്കേണ്ട വിവരങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സുരക്ഷാ അലാം, അതുപോലെ തന്നെ ഈ അലർട്ടുകൾ എന്തുകൊണ്ടാണ് വൈകി ലഭിച്ചത്? തൃശ്ശൂരിലുള്ള ATMൽ ഇത്തരത്തിൽ തകർത്ത സമയത്ത് 50 മിനിറ്റിന് ശേഷമാണ് പോലീസിന് വിവരം ലഭിക്കുന്നത് ഇത്തരത്തിൽ ATM കവർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളത്. അത്രത്തോളം വൈകാൻ എന്താണ് കാരണം? അങ്ങനെ പല ATMകളിലും പല സമയങ്ങളിലാണ് ഇത്തരത്തിൽ സുരക്ഷാ അലർട്ടുകൾ ബാങ്കിനായാലും പോലീസിനായാലും ലഭിച്ചിരിക്കുന്നത്. അതിലെന്തെങ്കിലും കൃത്രിമം ഇവർ കാണിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്.